വൈഫൈ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വൈഫൈ. ഈ വൈഫൈ എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? അതിനൊരു ചരിത്രമുണ്ട്. 1960കളിലാണ് നല്ല ഓഡിയോ സിസ്റ്റംസ് മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങിയത്. അവരതിന് ഹൈ ഫിഡലിറ്റി എന്നുള്ള ഒരു വിശേഷണം കൊടുത്തു. ഫിഡലിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വിശ്വാസ്യത, കൂറ് എന്നൊക്കെയാണ് അർത്ഥം. ഇതേപോലെയുള്ള ഒരു അർത്ഥമാണ് പങ്കാളികൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പുലർത്തുന്ന വിശ്വാസ്യത. ഇതിൻ്റെയും ഫിഡലിറ്റി എന്നുള്ള വാക്ക് തന്നെയാണ്. എന്നാൽ കൃത്യത, കിറുകൃത്യത എന്നൊക്കെയുള്ള വാക്കിനും ഫിഡലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. 1960കൾക്ക് ശേഷം പുറത്തിറക്കിയ ഹൈ ക്വാളിറ്റി ഓഡിയോ സിസ്റ്റങ്ങൾക്ക് കമ്പനികൾ ഒരു വിശേഷണം ചാർത്തി. ഹൈ ഫിഡലിറ്റിയാണത്. അതായത് ഇതിന് ഉയർന്ന കൃത്യതയാണ്, വളരെ കൃത്യമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് എന്ന്. പോകെ പോകെ ഹൈ ഫിഡലിറ്റി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേര് ഹൈഫൈ ഉപയോഗിക്കാൻ തുടങ്ങി. വളരെ ഗുണമാർന്ന, വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എന്നുള്ള അർത്ഥം പോയി. അങ്ങനെ ഹൈഫൈ എന്നുള്ള വാക്ക് പടർന്നു. എന്നാൽ വൈഫൈ അങ്ങനെയല്ല. വൈഫൈ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് മാർക്കാണ്. അതായത് ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിന് അവരിട്ട പേരാണ് വൈഫൈ. ഏതുപോലെ ആപ്പിൾ എന്ന കമ്പനിയുടെ ഫോണിന് ഐഫോൺ എന്ന് പേരിട്ടില്ലേ? എന്ന പോലെ തന്നെ വൈഫൈ അസോസിയേഷൻ എന്ന 1999 അമേരിക്കയിലെ ടെക്സാസിൽ നിലവിൽ വന്ന ഒരു കമ്പനി ഇറക്കിയ ഉപകരണത്തിൻ്റെ ട്രേഡ് മാർക്കാണ് വൈഫൈ. അവർ ഈ ഹൈഫൈ കോപ്പി അടിച്ചതാണ്. വയർലെസ് ഫിഡലിറ്റി, നമുക്കറിയാലോ എന്താണ് വൈഫൈ. കേബിളുകളുടെ സഹായമില്ലാതെ നെറ്റോ മറ്റു കാര്യങ്ങളോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണല്ലോ വൈഫൈ. വയർലെസ് ഫിഡലിറ്റി എന്നുള്ള സങ്കല്പം കൊണ്ടാണ് വൈഫൈ ഉണ്ടായത്. പക്ഷേ കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് വാക്കും പിന്നീട് അത് ഒരു ജനറിക് വാക്കായി മാറും. ഒരു ഉദാഹരണത്തിന് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, നെറ്റിൽ എന്ത് തിരയാനും ഗൂഗിൾ എന്ന കമ്പനിയുടെ സഹായമാണ് നമ്മൾ തേടാറുള്ളത്. പിന്നെ ഗൂഗിൾ എന്നുള്ളത് ഒരു വേർബായി. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് ചോദിക്കും, ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? ഇതെന്താണ് താങ്കൾക്കറിയോ? യു ഗൂഗിൾ ഇറ്റ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഇംഗ്ലീഷിലെ ഡിക്ഷണറിയിലേക്ക് ഗൂഗിളിൽ എന്തെങ്കിലും തിരയുന്നത്, ഗൂഗിൾ യഥാർത്ഥത്തിലൊരു കമ്പനിയാണ്, ഒരു തിരയുന്നത് ഗൂഗിൾ എന്നുള്ള വേർബായി. ഐ ഗൂഗിൾഡ് ഇറ്റ്, ഞാനത് ഗൂഗിളിൽ നോക്കിയെന്നായി. ഗൂഗിൾ എന്നുള്ളത് ഇന്ന് ഒരു ജനറിക് നെയിമായി. അതേപോലെ തന്നെ വൈഫൈ എന്നുള്ളതും ഇന്നൊരു ജനറിക് നെയിമായി, നിഘണ്ടുവിലൊരു പദമായി എന്നർത്ഥം. പക്ഷെ ഒന്ന് ഓർക്കണം, വൈഫൈ യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ ട്രേഡ് മാർക്കായിരുന്നു. അപ്പോൾ വയർലെസ് ഫിഡലിറ്റി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് വൈഫൈ എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഓക്കെ, താങ്ക് യു.